നമസ്കാരം. കേരളക്കരയാകെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. ദിലീപ് ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തുവരുന്നതും ദിലീപ് അറസ്റ്റിലാകുന്നതുമല്ല. ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു. 2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെടുന്നത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോൾ ദിലീപിന്റെ പേര് ഉയർന്നു വരുന്നു. പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പലരും പരസ്യമായി തന്നെയാണ് ദിലീപിനൊപ്പം അന്നു മുതലേ നിന്നത്. ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടും നിന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെ തന്നെയാണ്. 8.5 വർഷമായി ദിലീപ് കാത്തിരുന്ന ആ വിധി പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലാത്തതിനാൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് ശിക്ഷിച്ചിട്ടുള്ളത്. ദിലീപിന്റെ വിധി എന്താണെന്ന് അറിയാനായി ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കോടതിക്ക് പുറത്ത് ഫാൻസ് പ്രവർത്തകരും അക്ഷമരായി കാത്തിരിക്കുകയുണ്ടായിരുന്നു. ആർപ്പുവിളികളോടെയായിരുന്നു അവർ വിധി പ്രസ്താവന കേട്ടത്. എന്തായാലും പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതും ആ കേസിൽ ദിലീപ് പ്രതിയായതും സിനിമാ ലോകത്തെ ചെറുതൊന്നുമല്ല ഉലച്ചത്. ക്രൂരമായി ആക്രമിക്കപ്പെട്ട അതിജീവിത തളരാതെ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ അഴിക്കുള്ളിലായത് 10ഓളം പ്രതികളായിരുന്നു. കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ 2.5 മണിക്കൂർ സമയം തെന്നിന്ത്യയുടെ പ്രിയ നായിക അനുഭവിച്ചത് കൊടിയ പീഡനമായിരുന്നു. അതിക്രമം സംബന്ധിച്ച് അതിജീവിത വിചാരണ കോടതിയിൽ നൽകിയ മൊഴി നടുക്കുന്നതായിരുന്നു. കേസിൽ വിധി വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അതിജീവിത നൽകിയ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളും നേരത്തെയായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനായതിനു പിന്നാലെ ആ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വാർത്തയാകുന്നത്. 2017 ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെടുന്നത്. ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലായത്. 2016 മുതൽ അടച്ചിട്ട കോടതി മുറിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു. 8ാം പ്രതിയായി ദിലീപും കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചതിനുള്ള പ്രതികാരമായാണ് നടി ആക്രമിക്കാനുള്ള കൊട്ടേഷൻ നൽകിയതെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. ദിലീപിന് നടിയോട് പ്രശ്നമുണ്ടായിരുന്നുവെന്ന് പോലീസിന് മൊഴി നൽകിയ പലരും വിചാരണ ഘട്ടത്തിൽ മൊഴി മാറ്റുകയും ചെയ്തു. 2012 മുതൽ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു എന്നാണ് അതിജീവിത കോടതിയിൽ നൽകിയ മൊഴി. മഞ്ജു വാര്യരുമായി വിവാഹബന്ധം തകർത്തത് താനാണ് എന്ന് ദിലീപ് പലരോടും പറഞ്ഞു. 2012 മഞ്ജു വാര്യരും സുഹൃത്തുക്കളായ സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും അതിജീവിതയുടെ വീട്ടിലെത്തി. ഫോണിൽ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ചില മെസ്സേജുകൾ കാണിച്ച് ഇതേക്കുറിച്ച് എന്താണ് നടിക്ക് അറിയുന്നത് എന്ന് ചോദിച്ചു. എന്നാൽ തനിക്ക് ഒന്നും അറിയില്ല എന്നാണ് നടി ആദ്യം പറഞ്ഞത്. തുടർന്ന് മഞ്ജു വാര്യർ പൊട്ടിക്കരഞ്ഞു. ഈ സമയം നടിയുടെ അച്ഛനാണ് വന്ന് പറഞ്ഞത്, നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയൂ എന്ന്. അതിനെ തുടർന്നാണ് അമേരിക്കൻ യാത്രയിൽ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്കും റിമി ടോമിക്കും അറിയുന്ന കാര്യങ്ങൾ നടി തുറന്നു പറഞ്ഞത്. ഇതേ തുടർന്നാണ് ദിലീപും മഞ്ജുവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത്. അതിനുശേഷമുള്ള ലണ്ടൻ യാത്രയ്ക്കിടെ ദിലീപ് ഇക്കാര്യം തന്നോട് നേരിട്ട് ചോദിച്ചുവെന്ന് അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനാണെന്ന് ദിലീപ് ചോദിച്ചു. തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് നടി മറുപടി നൽകി. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് ആ സമയം ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നും നടി പറഞ്ഞിരുന്നു. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ദിലീപ് സമാധാനിപ്പിക്കാനും ശ്രമിച്ചു. എന്നാൽ ഈ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചില്ല. ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം തന്നോട് പറഞ്ഞിരുന്നു എന്നും അതിജീവിതയുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ദിലീപ് കുറ്റവിമുക്തനായതിനു പിന്നാലെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനവും നടനെതിരെ വരുന്നുണ്ട്. മാത്രമല്ല അതിജീവിതയുടെ ഇനിയുള്ള നീക്കങ്ങളും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച നടി ആക്രമിച്ച കേസിന് വിധി പ്രഖ്യാപനം നടന്നതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ദിലീപിനെതിരെ വരുന്നത്. എന്തായാലും വിധി വന്നതിന് പിന്നാലെ അതിജീവിതയുടെ ഈ മൊഴിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതൊരു കാരണം പിന്നെ ആരാണ് ഈ 6 പേർക്ക് ഒരു ന്യായമായ വിധിയാണ് വന്നതെന്ന് പറയുമ്പോൾ പോലും ആരാണ് ഇതിന് പിന്നിൽ, ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയും ഇത് തന്നെയാണ് മാധ്യമങ്ങളോട് ചോദിച്ചത്. ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കോടതി ഇതിന് തക്കതായ മറുപടി നൽകണമെന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒന്ന് തന്നെയാണ് ഈ കേസ്. ഇതിനെല്ലാം പുറമെ ദിലീപിനെതിരെ ആദ്യം സംശയമുന ഉയർത്താനും ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണം ഉയർത്തിയതുമെല്ലാം മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ ആയിരുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കേസിൽ പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷിയും മഞ്ജു തന്നെയായിരുന്നു. ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള വഴിവിട്ട ബന്ധം മഞ്ജുവിനെ അറിയിച്ചത് അതിജീവിതയായിരുന്നു. ഇതിനെ തുടർന്നാണ് ദിലീപ് മഞ്ജു ബന്ധം വഷളാകുന്നതും വിവാഹമോചനത്തിലെത്തുന്നതും. ഈ ദേഷ്യം ദിലീപിന് അതിജീവിതയോട് ഉണ്ടായിരുന്നു. അതിജീവിതയുടെ പല അവസരങ്ങളും ദിലീപ് ഇടപെട്ട് ഒഴിവാക്കിയിരുന്നു. ഇക്കാര്യമെല്ലാം മഞ്ജു വാര്യർക്കും അറിയാമായിരുന്നു. അതിനാലാണ് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ സിനിമാ പ്രവർത്തകർ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത പ്രതിഷേധ യോഗത്തിൽ സാക്ഷാൽ ദിലീപിനെ തന്നെ സാക്ഷിയാക്കി ഈ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ തുറന്നടിച്ചത്. മുൻ ഭാര്യ കൂടിയായ മഞ്ജു വാര്യരുടെ സാക്ഷിമൊഴി ഈ കേസിൽ ദിലീപിന് വലിയ കുരുക്കായിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ഇതോടെ
ഇതോടെ മഞ്ജുവിനെതിരെയും ദിലീപും സംഘവും നീക്കം തുടങ്ങിയിരുന്നു. കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനും തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് വരുത്തി തീർക്കാനും ദിലീപ് വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിനായി ദിലീപിനെ പൂട്ടണം എന്ന പേരിൽ ദിലീപ് തന്നെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. കേസിൽ താൻ നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ദിലീപ് നടത്തിയ ശ്രമമായിരുന്നു ഇത്. എന്നാൽ ഈ ഗ്രൂപ്പിന് പിന്നിൽ ദിലീപ് തന്നെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഉന്നതതല ഗൂഢാലോചനയുടെ ഫലമായി താൻ അന്യായമായി കേസിൽ പ്രതി ചേർക്കപ്പെട്ടതാണെന്ന് സ്ഥാപിക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു ഇത്. ദിലീപിനെ പൂട്ടണം എന്ന പേരിൽ ഗ്രൂപ്പിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഇതിന് വിശ്വാസ്യത നൽകുന്നതിനായി മഞ്ജുവാരുടെ പേരിൽ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഗ്രൂപ്പിൽ ചേർത്തു. ഇതിനു പുറമെ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ADGP ബി സന്ധ്യയുടെ പേരും ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഉന്നതരായ വ്യക്തികൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് പ്രതീതി സൃഷ്ടിച്ച് ഒരു തെളിവായി കോടതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു ദിലീപിന്റെ ഉദ്ദേശം. എന്തായാലും ദിലീപിന് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞതിന് പിന്നാലെ മറ്റു പല തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ ദിലീപ് മാധ്യമങ്ങളോട് കുറ്റവിമുക്തനായതിന് പിന്നാലെ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാകുന്നുണ്ട്. ദിലീപിനെതിരെ പ്രധാന മൊഴി നൽകിയ മുൻ ഭാര്യ നടി മഞ്ജു വാര്യരെ ഉന്നം വെച്ചാണ് ദിലീപിന്റെ ആദ്യ പ്രതികരണം തന്നെ ഉണ്ടായത്. സത്യം ജയിച്ചു, ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് ഗൂഢാലോചന കേസ് ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥനും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയതെന്ന് ദിലീപ് പറയുന്നു. മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അത് പ്രചരിപ്പിച്ചു. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്നെ പ്രതിയാക്കാനാണ്, സമൂഹത്തിൽ എന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ 9 വർഷം പറഞ്ഞതല്ലേ, ഇനിയെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ എന്നാണ് മാധ്യമങ്ങളോട് ദിലീപ് പറഞ്ഞത്. എന്റെ കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഡിഫൻസ് ചെയ്ത അഭിഭാഷകരോടുള്ള ആത്മാർത്ഥമായി നന്ദി പറയുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. ദിലീപിന്റെ ഓരോ വാക്കുകളിൽ പോലും തൊണ്ടയിടറിയാണ് ദിലീപ് സംസാരിച്ചത്. പലപ്പോഴും ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നാണോ കുറ്റവിമുക്തനാകുന്നത് അന്ന് പല കാര്യങ്ങളും രഹസ്യങ്ങളും തുറന്നു പറയുമെന്ന്. എന്തായാലും ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകർ. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ 8ാം പ്രതിയായ ദിലീപ് ആണെന്നായിരുന്നു വാദം. കോടതിയുടെ നിയന്ത്രണങ്ങളും ഉള്ളതിനാൽ കേസിനെ കുറിച്ച് തനിക്ക് സംസാരിക്കാനാകില്ലെന്നും എന്നാൽ പറയാൻ സാധിക്കുന്ന ഒരു ദിവസം വരുമെന്നും ദിലീപ് നേരത്തെ പറഞ്ഞിരുന്നു. 8 വർഷത്തിലേറെയായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി ദിലീപ് സംസാരിക്കും. തനിക്കെതിരെ സംസാരിച്ചവർക്കെതിരെ നിയമപരമായി നീങ്ങാൻ പോലും സാധ്യതയുണ്ട്. അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാനിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആ ഒരു നിമിഷം വരെ ഏവരും ആശങ്കയിലായിരുന്നു. അതിലേക്ക് കൂടി നമുക്കൊന്ന് കിടക്കാം. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ എന്നാണ് ജനം ആശങ്കയോടെ ഉറ്റുനോക്കിയിരുന്നത്. അത് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചിലർ വാദിക്കുന്നത് അത് ലഭിച്ചില്ല എന്ന് തന്നെയാണ്. ദിലീപുമായി ബന്ധപ്പെട്ട് പല തെളിവുകളും ഉണ്ടായിട്ടും അതൊന്നും നോക്കിയില്ല. പിന്നെ കൊട്ടേഷൻ നൽകിയത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആരാണ് കൊട്ടേഷൻ നൽകിയത്? 8ാം പ്രതി ദിലീപിന് വേണ്ടി കേസിൽ കൂറുമാറിയവർ ഏറെയാണെന്ന് നമുക്കറിയാം. അതിജീവിതയുടെ മാനസിക സംഘർഷം മനസ്സിലാക്കുന്നതിലും തെളിവായ ദൃശ്യങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും കോടതിക്ക് വീഴ്ച പറ്റിയെന്ന ആരോപണവും വന്നിട്ടുണ്ട്. വിധി ദിലീപിന് അനുകൂലമായാൽ അതിജീവിതയ്ക്ക് നേരെ തിരിയാൻ പോലും സിനിമാ ലോകത്തെ പ്രബലർ മടിക്കില്ല എന്നുള്ളതും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ്.